അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ഷിഈസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തിലെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ടതായി വരും. ഹിജ്റ 34 ചില അക്രമികളായ ആളുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ പല വാദങ്ങളുമായി രംഗത്ത് വന്നതിലേക്ക് ചേർത്തുകൊണ്ടാണ് ഷിഈസത്തിൻ്റെ ഫിത്നയുടെ ചരിത്രത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ഫിത്നക്കാരായ ആളുകളെ പിടികൂടുകയും അവരുടെ പ്രവർത്തനങ്ങൾ ആക്ഷേപിക്കുകയും അതിനുശേഷം അവരെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ ആളുകൾ അവർ അടങ്ങിയിരിക്കുകയല്ല ചെയ്തത്. മറിച്ച് ഇസ്ലാമിക ഭരണകൂടത്തിന് എതിരെ കൂടുതൽ സജീവമായിക്കൊണ്ട് അവരുടെ വാദങ്ങളുമായി രംഗത്ത് വരികയാണ് ചെയ്തത്. ഹിജ്റ 35 ഈ കുഴപ്പക്കാരായ ആളുകൾ അവർ മദീനയിലെത്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉപരോധിക്കുകയും ആ ഉപരോധം പിന്നീട് ആ മഹാനായ സ്വഹാബിയെ കൊലപ്പെടുത്തുന്നത് വരെ 40 ദിവസത്തോളം തുടർന്നു കൊണ്ടുപോയി എന്നുള്ളതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു ഫിത്ന അന്ന് മദീനയിൽ പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണമാണ് ആദ്യം നമുക്ക് പരിശോധിക്കാനുള്ളത്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്നത് അതിലൊന്നാമത്തെ കാരണം അത് യഹൂദിയായ അബ്ദുള്ള ഇബ്നു സബ മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിലുണ്ടാക്കിയ വലിയ ആശയക്കുഴപ്പങ്ങളാണ് എന്ന്. ഈ ദുഷ്ടനായ അബ്ദുള്ള ഇബ്നു സബയിൻ്റെ അനുയായികളായ വിഭാഗമാണ് ചരിത്രത്തിൽ സബഇയ്യ എന്ന് വിളിക്കപ്പെടുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന പ്രാമാണിക ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം ഷിഈസത്തിൻ്റെ സ്ഥാപകനായ ഈ അബ്ദുള്ള ഇബ്നു സബയിനെയും അയാൾ ഉണ്ടാക്കിയ കുഴപ്പങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അയാൾ ഒരു യമൻകാരനായ യഹൂദിയായിരുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം മുസ്ലിമായി അഭിനയിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷക്കാരനാണ് എന്ന് വാദിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ഇളക്കിമറിക്കാൻ ഒരുപാട് വാദങ്ങൾ ഉന്നയിച്ച, എന്തിനേറെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് താങ്കളാണ് റബ്ബ് എന്ന് പറയുകയും അന്നേരം അലി റളിയല്ലാഹു അൻഹു അങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് മറുപടി പറഞ്ഞു. താങ്കൾ ഞങ്ങളുടെ അള്ളാഹു ആണ് എന്ന് അയാൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഇവരെ ചുട്ടുകരിച്ചു കൊല്ലാൻ അഗ്നികുണ്ടാരം ഒരുക്കാനാണ് അന്നേരം കൽപ്പിച്ചത് എന്ന്. ആ സന്ദർഭത്തിൽ ഈ സബൈകൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. പിൽക്കാലത്ത് അബ്ദുള്ള ഇബ്നു സബയിനെ പിടിക്കുകയും അയാളുടെ മേൽ ഇസ്ലാമിക ഭരണകൂടം വധശിക്ഷ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തു എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇസ്ലാമിനെ തകർക്കാൻ ഈ അബ്ദുള്ള ഇബ്നു സബ ഉണ്ടാക്കിയെടുത്ത ഫിത്നകൾ അത് മനസ്സിലാക്കാതെ ഷിഈസത്തിൻ്റെ ചരിത്രം നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇയാളെക്കുറിച്ച് ആദ്യം നമുക്ക് അറിയേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ IPH പുറത്തിറക്കിയ ഇസ്ലാമിക വിജ്ഞാനകോശത്തിലെ 2ാം വാള്യത്തിലെ 203-ാമത്തെ പേജിൽ അബ്ദുള്ള ഇബ്നു സബയിനെ കുറിച്ച് എഴുതിയത് എന്താണ് എന്ന് നമുക്ക് ആദ്യം വായിക്കാം. 3ാം ഖലീഫ ഉസ്മാൻ്റെ ഭരണകാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ഛിദ്രത വളർത്താൻ ശ്രമിച്ച സബഇയ്യ വിഭാഗത്തിൻ്റെ തലവൻ. യമനിലെ സൻആ നിവാസിയായിരുന്ന അബ്ദുള്ള ഇബ്നു സബ ജൂതനായിരുന്നു. മാതാവ് കറുത്തവളായതിനാൽ ഇബ്നു സൗദാ എന്ന് വിളിക്കപ്പെട്ടു. ഖലീഫ ഉസ്മാൻ്റെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചതായി നടിച്ചു. ഖലീഫ ഉസ്മാനെതിരെ ഹിജാസ്, ബസ്ര, കൂഫ, ഷാം എന്നീ സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി ജനങ്ങളെ സംഘടിപ്പിച്ചു. ഷാമിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇബ്നു സബ ഈജിപ്തിലെത്തി അവിടെ തൻ്റെ വാദങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഉസ്മാൻ ഖലീഫ സ്ഥാനം തട്ടിയെടുത്തതാണെന്നും ഖിലാഫത്തിൻ്റെ യഥാർത്ഥ അവകാശി അലിയാണെന്നുമായിരുന്നു ഇബ്നു സബ പ്രചരിപ്പിച്ചിരുന്നത്. ദീനിൻ്റെ സംരക്ഷണത്തിന് ഖലീഫ ഉസ്മാനെ വധിക്കാൻ ഇബ്നു സബ ആഹ്വാനം ചെയ്തു. കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ധർമ്മസമരം അതാണെന്നും അയാൾ വാദിച്ചു. ഇത്തരം വാദങ്ങൾക്ക് പിൻബലമായി ത്വൽഹ, സുബൈർ, അലി തുടങ്ങിയ പ്രഗത്ഭ സ്വഹാബികളുടെ പേരിൽ വ്യാജ കത്തുകളും പ്രചരിപ്പിച്ചു. ഹിജ്റ 35 ശവ്വാലിൽ ഖലീഫ ഉസ്മാൻ്റെ വധത്തിനിടയാക്കിയ കലാപത്തിൻ്റെ സൂത്രധാരൻ ഇബ്നു സബ ആയിരുന്നു. അൽ ഗാഫിഖി ഇബ്നു ഹർബിൽ അഖി ഉൾപ്പെടെ 4 പേരുടെ നേതൃത്വത്തിൽ ഹജ്ജിനാണെന്ന വ്യാജേന ഹിജ്റ 35 ശവ്വാലിൽ ഈജിപ്തിൽ നിന്ന് വന്ന 600-നും 1000-നും ഇടയിലുള്ള കലാപകാരികളോടൊപ്പമാണ് ഇബ്നു സബ ഉണ്ടായിരുന്നത്.
ഖലീഫ ഉസ്മാൻ വധിക്കപ്പെട്ടതിനു ശേഷം ഹിജ്റ 35 ഖലീഫ അലിക്ക് ബൈഅത്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പക്ഷം ചേർന്നതായി അഭിനയിച്ചു. എന്നാൽ അലിയെ സ്രഷ്ടാവായി വിശേഷിപ്പിക്കുകയും മറ്റും ചെയ്തതിനാൽ മദായിനിലേക്ക് നാട് കടത്തപ്പെട്ടു. പിന്നീട് നടന്ന ജമൽ യുദ്ധത്തിൽ ഇരുവിഭാഗം മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുന്നതിലും ഇബ്നു സബഇന് വലിയ പങ്കുണ്ടായിരുന്നു. ഖലീഫ ഉസ്മാൻ്റെ ഘാതകരോട് പകരം ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ട ത്വൽഹ, സുബൈർ തുടങ്ങിയ സഹാബികളുമായും പ്രവാചക പത്നി ആയിഷയുമായും സംഭാഷണം നടത്തുന്നതിന് പുറപ്പെട്ട അലിയും അനുയായികളും ദുഹാറിലെത്തി സംഭാഷണം ആരംഭിച്ചിരുന്നു. ഇരുവിഭാഗവും സന്ധി സംഭാഷണം നടത്തി അടുത്ത ദിവസം സമാധാനപരമായി പിരിഞ്ഞു പോകുന്നത് ഖലീഫ ഉസ്മാൻ്റെ കൊലയാളികളായ തങ്ങൾക്ക് ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയ ഇബ്നു സബവും 2000-ഓളം അനുയായികളും രാത്രി ഗൂഢാലോചന നടത്തി. കൂടെയുണ്ടായിരുന്ന അൽ അഷ്തറുൻ നഖൈ, ഖുലാബുബ്നു ഹൈസം തുടങ്ങിയവർ ഖലീഫ ഉസ്മാനെ വധിച്ചതുപോലെ അലിയെയും കൊലപ്പെടുത്തുകയോ സുരക്ഷിത സ്ഥാനത്തേക്ക് പിന്മാറുകയോ ചെയ്യണമെന്ന് അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇബ്നു സബ അത് അംഗീകരിച്ചില്ല. മുസ്ലിം സൈന്യം തങ്ങളുടെ ഇരട്ടിയുണ്ടെന്നും മേൽപ്പറഞ്ഞ വിധം പ്രവർത്തിച്ചാൽ തങ്ങളും വധിക്കപ്പെടുകയുള്ളൂവെന്നും ഇബ്നു സബ പറഞ്ഞു. മുസ്ലിങ്ങളിലെ ഇരുവിഭാഗവും സന്ധിക്കൊരുങ്ങുമ്പോൾ ഇരുഭാഗത്തും ചിതറി നിന്ന് യുദ്ധം കുത്തിപ്പൊക്കാൻ ഇബ്നു സബ നിർദ്ദേശിച്ചു. അതനുസരിച്ച് അയാളുടെ അനുയായികൾ ഇരുവിഭാഗത്തും കയറിക്കൂടി രാത്രി ആക്രമണം അഴിച്ചുവിട്ടു. തങ്ങളുടെ മറുഭാഗം ആക്രമിച്ചെന്ന് കരുതി ഇരുവിഭാഗത്തും അണിനിരന്നിരുന്ന സ്വഹാബികളടക്കമുള്ള വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടുകയും പ്രഗത്ഭരായ പല സ്വഹാബികളും മരിക്കുകയും ചെയ്തു. വിചിത്രമായ വാദഗതികളും അബ്ദുല്ലാഹ് ഇബ്നു സബയിനുണ്ടായിരുന്നു. മുഹമ്മദ് നബി തിരിച്ചു വരുമെന്ന വാദം അവയിലൊന്നാണ്. ഇത് സ്ഥാപിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു, ഈസാ നബി തിരിച്ചു വരുമെന്ന് പറയുകയും മുഹമ്മദ് നബിയുടെ തിരിച്ചുവരവിനെ നിഷേധിക്കുകയും ചെയ്യുന്നത് വിചിത്രമാണ്. ഈ ഖുർആനെ താങ്കളിൽ ചുമത്തിയവൻ ആരാണോ അവൻ താങ്കളെ മഹത്തായ ഒരു പരിണിതിയിലേക്ക് എത്തിക്കുന്നവനാകുന്നു എന്ന ഖുർആൻ സൂക്തം 28:85 തെളിവായി ഉദ്ധരിച്ചു. എല്ലാ നബിമാർക്കും ഒരു പിന്തുടർച്ചാവകാശി അള്ളാഹു നിശ്ചയിക്കും. മുഹമ്മദ് നബിയുടെ പിന്തുടർച്ചാവകാശി അലിയാണ് എന്നതായിരുന്നു മറ്റൊരു വാദം. അലി ഖിലാഫത്തിൻ്റെ അവകാശി മാത്രമല്ല, ദൈവമാണെന്നും ഇബ്നു സബ പ്രചരിപ്പിച്ചു. അലി ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തിൽ അലിയാണ് ലോകം സൃഷ്ടിച്ചതും ജീവിത വിഭവങ്ങൾ വിതരണം ചെയ്തതും എന്ന് പറഞ്ഞതിൻ്റെ പേരിലായിരുന്നു മദായിനിലേക്ക് നാടുകടത്തപ്പെട്ടത്. മുസ്ലിം സമൂഹത്തിൽ പുനർജന്മ സങ്കല്പം പ്രചരിച്ചു തുടങ്ങിയത് അബ്ദുല്ലാഹ് ഇബ്നു സബയിൻ്റെ രംഗപ്രവേശത്തോടെയാണ്. തങ്ങൾ മരിക്കുന്നില്ലെന്നും അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുകയാണെന്നും വാദിച്ച സബയികളെ മഖ്ദിസി തൻ്റെ കിതാബുൽ ബദ്ഇ വ താരീഖ് എന്ന ഗ്രന്ഥത്തിൽ പറക്കുന്നവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇടിനാദം മേഘങ്ങളിൽ ജീവിച്ചിരിക്കുന്ന അലി കോപിക്കുന്നതാണെന്നാണ് അവരുടെ മറ്റൊരു വാദം. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നു, ഇബ്നു സബ കടുത്ത നാസ്തികനാണ്. ഖലീഫ അലി അയാളെ ചുട്ടുകൊന്നുവെന്നാണ് ഞാൻ കരുതുന്നത്. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ അത്ഭുതകരമായ വളർച്ചയിൽ ഏറ്റവും അധികം ദുഃഖം വന്ന, അമർഷം പ്രകടിപ്പിച്ച ഒരു വിഭാഗമാണ് യഹൂദികൾ. പ്രത്യക്ഷത്തിൽ ഇസ്ലാമിനെ തകർക്കാൻ തങ്ങളുടെ ഗൂഢതന്ത്രങ്ങളൊന്നും ഫലിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ ഈ യഹൂദികൾ എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ തകർക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനുവേണ്ടി പണിയെടുക്കാൻ കച്ചകെട്ടിറങ്ങിയ വ്യക്തിയാണ് അബ്ദുല്ലാഹ് ഇബ്നു സബ. മുസ്ലിങ്ങൾക്കിടയിൽ ചില ഊഹാപോഹങ്ങളും സംശയങ്ങളും ഊതിയുറപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക വിശ്വാസത്തെയും അതിൻ്റെ സാഹോദര്യത്തെയും ഒക്കെ ശിഥിലീകരിക്കാൻ വേണ്ടി കാര്യമായ ഗൂഢാലോചനകൾ നടത്തിയ ഒരു വ്യക്തിയാണ് അബ്ദുല്ലാഹ് ഇബ്നു സബ. അലി റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകൻ്റെ ശേഷം ഇസ്ലാമിക ഭരണ നേതൃത്വത്തിന് അവകാശിയെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്തതും വസിയത്തായി നിർദ്ദേശിച്ച നമ്മുടെ ഇമാം അത് അലി റളിയല്ലാഹു അൻഹു ആണ്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും പ്രവാചകൻ്റെ വ്യക്തമായ നിർദ്ദേശം നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അധമ മാർഗത്തിലൂടെ അധികാരം കൈയടക്കി വച്ചിരിക്കുകയാണ് ഈ ആളുകൾ. ഇതിനേക്കാൾ വലിയ അതിക്രമകാരികൾ ഈ ഭൂമിയുടെ പരപ്പിൽ വേറെ ആരാണുള്ളത്? അതുകൊണ്ട് ഇസ്ലാമിക ഭരണത്തിൻ്റെ ഖിലാഫത്ത് അത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെ ഓരോ മുസ്ലിമും അടങ്ങിയിരിക്കരുത് എന്ന് ഈ അബ്ദുല്ലാഹ് ഇബ്നു സബ വാദിച്ചു. ഈ ഒരു വാദം ഇസ്ലാമിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ഇസ്ലാമിക പ്രമാണങ്ങളുമായി അധികം ബന്ധപ്പെടാൻ പരിശ്രമം നടത്താത്ത, പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചില മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ അബ്ദുല്ലാഹ് ഇബ്നു സബയിൻ്റെ ഈ ഒരു പൈശാചിക ദുർബോധനം അത് സ്ഥാനം പിടിച്ചു. ഇതൊക്കെ സത്യമാണ് എന്ന് ധരിച്ച് ചില ആളുകൾ അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ പല രൂപത്തിലുള്ള എഴുത്തുകൾ ഈ അബ്ദുല്ലാഹ് ഇബ്നു സബ കെട്ടിച്ചമച്ചുണ്ടാക്കി. ഇബ്നു കസീർ റഹിമഹുള്ളയുടെ അൽ ബിദായ വ നിഹായയിൽ ഒരു ഉദാഹരണം കൊടുക്കും നമുക്ക് കാണാൻ സാധിക്കും.
വ്യാജ എഴുത്തുകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഒരു ഉദാഹരണം, മസ്റൂഖ് നിവേദനം, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ, അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അഴുക്കിൽ നിന്ന് ശുദ്ധ വസ്ത്രമെന്ന പോലെ ഒഴിവാക്കി കളഞ്ഞല്ലോ, പിന്നെ ആടിനെ അറക്കുന്നത് പോലെ അറക്കാനായി നിങ്ങൾ അദ്ദേഹത്തെ അടുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ മസ്റൂഖ് അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെയല്ലേ അദ്ദേഹത്തിനെതിരെ പുറപ്പെടാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് പ്രസിദ്ധപ്പെടുത്തിയത്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാഫിറുകൾ നിഷേധിക്കുകയും മുഅ്മിനുകൾ വിശ്വസിക്കുകയും ചെയ്യുന്ന നാഥൻ തന്നെയാണ് സത്യം. ഈ ഇരിപ്പിടത്തിൽ ഞാൻ ഇരിക്കുന്ന ഈ നേരം വരെയും അങ്ങനെ ഒരു കാര്യം ഞാൻ ഒരു വെളുത്ത ഭാഗത്ത് കറുത്ത മഷിയിൽ എഴുതിയിട്ടേയില്ല. ഉമ്മഷ് പറയുകയാണ്, അവരെല്ലാം കരുതിയിരുന്നത് ആ കത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ തൂലികയിൽ നിന്നുള്ളതാണെന്നാണ്. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രമുഖരായ നിരവധി സ്വഹാബികളുടെ പേരിൽ വ്യാജ എഴുത്തുകൾ തയ്യാറാക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. എല്ലാം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന എഴുത്തുകളാണ്. അതിൻ്റെ എല്ലാം പുറകിൽ അബ്ദുല്ലാഹി ഇബ്നു സബഇൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു എന്നർത്ഥം. ഈ ദുഷ്ടന് അന്ന് ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ധാരാളം അനുയായികളുണ്ടായിരുന്നു. അവർ അദ്ദേഹവുമായി കത്തിടപാടുകൾ നടത്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഗവർണർ ഞങ്ങളോട് ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഞങ്ങളോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറിയത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ രൂപത്തിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഇക്കാരണം കൊണ്ട് സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു എഴുത്ത് കിട്ടിയിട്ടുണ്ട്, അലി റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ അവരെക്കുറിച്ച് വളരെ മോശമായിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ നിരന്തരമായിക്കൊണ്ട് ഈ സബഈയ വിഭാഗം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ഉന്നയിച്ചു കൊണ്ടിരുന്നു. വേണ്ടത്ര മതബോധമില്ലാത്ത അഗ്രാബികളിൽപ്പെട്ട പലരെയും ഈ രൂപത്തിലുള്ള കള്ളവാർത്തകൾ വളരെയധികം സ്വാധീനിച്ചു. ഇതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ച ഫിത്നയുടെ ഒരു വലിയ ഭാഗം. ഇനി സഹോദരങ്ങളെ, ഫിത്നയുടെ രണ്ടാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞത് അത് മുസ്ലിം സമൂഹത്തിന് വന്നു ഭവിച്ച സുഖലോലുപതയാണ്. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ജനങ്ങൾക്കിടയിൽ സ്വത്ത് ഓഹരി വെക്കാത്ത ദിവസങ്ങൾ അന്ന് കുറവായിരുന്നു എന്ന്. എത്രത്തോളമെന്നാൽ ആളുകൾ വിളിച്ചു പറയും, അള്ളാഹുവിൻ്റെ അടിയാറുകളെ കടന്നു വരൂ, നിങ്ങളുടെ ഓഹരിയായി ഇതാ തേനെടുക്കൂ, നിങ്ങളുടെ ഓഹരിയായിക്കൊണ്ട് ഇതാ ഈ ഒരു സമ്പത്തെടുക്കൂ എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു എന്ന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുണ്ടായ പല യുദ്ധങ്ങൾ കാരണമായാണ് ഇത്രയും സമ്പത്ത് അവിടെ ഒഴുകിയെത്തിയത്. ചില ആളുകൾ സുഖലോലുപതയുടെ ഭാഗമായി സ്വാഭാവികമായും അലസതയും പരസ്പരം കുറ്റം പറയലും മുതലെടുപ്പും അനുസരണക്കേടും അഹന്തയും നന്ദികേടും ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, സമ്പത്ത് കൂടി വന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെയുള്ള കള്ളപ്രചരണങ്ങൾ അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന ആളുകളല്ലാത്തവരും അവരിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഇനി സഹോദരങ്ങളെ, ഫിത്നയുടെ മൂന്നാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രകൃതത്തിനും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രകൃതത്തിനും ഇടയിലുള്ള വ്യത്യാസമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ശക്തനാണ്, കണിശ നിലപാടുള്ള വ്യക്തിത്വമാണ്. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഏറെ കനിവുള്ളവനാണ്, ഇളവ് നൽകുന്ന പ്രകൃതക്കാരനാണ്. എന്നാൽ ജനങ്ങൾ കരുതിയതുപോലെ അദ്ദേഹം ഒരു ദുർബലനായിരുന്നില്ല. ഏത് വിഷയങ്ങളിലും ഏറെ പക്വത കാണിക്കുന്ന, സൗമ്യതയുള്ള, അവധാനതയോടുകൂടി പെരുമാറുന്ന വ്യക്തിയായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ വീട് ഉപരോധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്കറിയുമോ എനിക്കെതിരെ നിങ്ങളെ ഇളക്കി വിട്ടത് എന്താണ് എന്ന്? എൻ്റെ പക്വമായ തീരുമാനങ്ങളല്ലാതെ നിങ്ങളെ എനിക്കെതിരിൽ ഇവിടെ ഇളക്കി വിട്ടിട്ടില്ല എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹു ആണ് സത്യം, അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ കുറ്റമാരോപിച്ച വിഷയങ്ങൾ അത് ഉമർ റളിയല്ലാഹു അൻഹു ആണ് ചെയ്തിരുന്നത് എങ്കിൽ അവരിൽ ഒരാളും മിണ്ടുമായിരുന്നില്ല എന്ന്. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരിൽ കുറ്റാരോപണം നടത്തിയത്? അത് മറ്റൊന്നുമല്ല, അത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരോട് കൂടുതൽ സഹിഷ്ണുത കാണിക്കുകയും അവരുടെ തെറ്റുകൾ കഴിയുന്നത്ര മാപ്പ് നൽകുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടത്. സഹോദരങ്ങളെ, ഇനി ഫിത്നയുടെ നാലാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറയുന്നത് ഖുറൈശി നേതൃത്വത്തോടുള്ള ചില ഗോത്രങ്ങളുടെ അസഹിഷ്ണുതയാണ് എന്ന്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചില അറബി ഗോത്രങ്ങൾ അവർ ആദ്യം ദീനിൽ നിന്ന് പുറത്തുപോയി വധിക്കപ്പെടുന്നതിന് മുമ്പ് ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ കാരണം തീർത്തും ഭൗതികമായിട്ടുള്ള അവരുടെ താല്പര്യങ്ങളായിരുന്നു എന്ന്. അത്തരം ആളുകൾക്ക് ഖുറൈശികൾ തുടർച്ചയായി ഭരണാധികാരത്തിലെത്തുന്നത്
അത്ര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നില്ല. എന്തിനാണ് ഖുറൈശികളിൽ മാത്രം ഇങ്ങനെ അധികാരം നൽകുന്നത് എന്ന് നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്നു അവർ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹിഷ്ണുത അവർ മുതലെടുക്കുകയായിരുന്നു എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. ഇങ്ങനെ പല രൂപത്തിലുള്ള ഫിത്നകളുടെ പശ്ചാത്തലങ്ങൾ നിലനിന്നിരുന്ന സമയത്താണ് യഹൂദിയായ അബ്ദുല്ലാ ഇബ്നു സബഅ് മുസ്ലിം വേഷമണിഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയത്. പിന്നീട് ഈ കുഴപ്പക്കാരായ ആളുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാൻ മദീനയിലെത്തുകയും അദ്ദേഹത്തിൻ്റെ വീട് വളയുകയും ദിവസങ്ങളോളം അദ്ദേഹത്തെ ഉപരോധിക്കുകയും ചെയ്തു. ഹിജറ 35 ദുൽഹിജ 18 അവർ ആ മഹാനായ സ്വഹാബിയുടെ വീട്ടിലേക്ക് തള്ളിക്കയറി അതിദാരുണമായ വിധത്തിൽ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് 82 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഇതോടുകൂടിയാണ് ഇസ്ലാമിക ലോകത്ത് ചരിത്രത്തിൽ വലിയ ഒരു ഫിത്നയുടെ കക്ഷിത്വത്തിൻ്റെ പ്രാരംഭം കുറിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് അടുത്ത എപ്പിസോഡുകളിലായി അതെല്ലാം ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഉലമാഅ ലം യുവർരിസു ദിർഹമൻ വലാ ദീനാറൻ വഇന്നമാ വറസു അൽ ഇൽം